ഹലോ, വളരെ എഫക്റ്റീവായിട്ടുള്ള യൂസ് ചെയ്താൽ അടിപൊളി റിസൾട്ട് തരുന്ന നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കിഡിലൻ ഫേഷ്യലാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ യൂസ് ചെയ്ത റിസൾട്ട് ഉണ്ടെങ്കിലാണ് ഞാൻ എപ്പോഴും നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതിനുമ്പോൾ ഇതുപോലത്തെ ഒരുപാട് യൂസ്ഫുൾ വീഡിയോസ് അപ്ലോഡ് ആക്കുന്നതാണ്. കാണാൻ താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ക്ലെൻസിങ് ആണ്, നമുക്കറിയാലോ. അതിനുവേണ്ടി ഞാൻ ഒരു ബൗളിൽ പഴമാണ് എടുത്തേക്കുന്നത്. ഇന്നത്തെ നമ്മുടെ ഫേഷ്യൽ എന്ന് പറഞ്ഞാൽ ഫുൾ പഴം ഉപയോഗിച്ച് ചെയ്യുന്നതാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ആദ്യം തന്നെ കുറച്ച് പഴം, അതായത് ഏത്തയ്ക്ക, നന്നായിട്ട് പഴുത്ത ഏത്തയ്ക്ക ഞാൻ സ്മാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അലോവേറ ജെല്ലാണ്. നിങ്ങൾക്ക് കടയിൽ നിന്ന് വാങ്ങുന്ന അലോവേറ ആണെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള അലോവേറ, ഫ്രഷ് ആയിട്ടുള്ള അലോവേറ ആണ് എടുത്തേക്കുന്നത്. അതിൽ നിന്ന് കുറച്ച് പീൽ ചെയ്ത് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മുടെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ തേനാണ്. തേൻ 1 സ്പൂൺ തേൻ ചേർത്ത് കൊടുക്കുക. ഇത് ഇത്രയും മിക്സ് ചെയ്യുമ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ക്ലെൻസിങ് സ്റ്റെപ്പിന് വേണ്ടിയിട്ടുള്ള ക്ലെൻസർ റെഡി ആയിട്ട് കിട്ടും. എന്നിട്ട് ഫേസിൽ അപ്ലൈ ചെയ്തോളുക, മസാജ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു സ്ക്രബിംഗ് ആണ്. സ്ക്രബിങ്ങിന് വേണ്ടി ഇതുപോലെ ഞാൻ ഏത്തയ്ക്ക കുറച്ച് കഷ്ണം എടുത്തിട്ടുണ്ട്. അത് ഞാൻ കൈ കൊണ്ട് തന്നെ, അതായത് സ്പൂൺ കൊണ്ട് തന്നെ സ്മാഷ് ചെയ്തെടുക്കുവാണ്. ഇനി അതിലോട്ട് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് പഞ്ചസാരയാണ്. പഞ്ചസാര 1 സ്പൂൺ പഞ്ചസാരയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. നമുക്കറിയാമല്ലോ, പഞ്ചസാര എന്ന് പറഞ്ഞാൽ അടിപൊളി സ്ക്രബ്ബറിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഈ പഞ്ചസാരയും പഴവും കൂടെ ചേരുമ്പോൾ തന്നെ നല്ലൊരു ഗ്ലോയിങ് എഫക്റ്റ് തരാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ 2 ഇൻഗ്രീഡിയൻറ്റും കൂടെ മിക്സ് ചെയ്ത് നമ്മുടെ സ്ക്രബ്ബർ റെഡിയായിട്ട് കിട്ടിയതിന് ശേഷം ഫേസിൽ അപ്ലൈ ചെയ്ത് ഒരു 5 മിനിറ്റോളം പതുക്കെ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുത്തോളുക. എന്നിട്ട് നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു ഫേസ് മസാജിങ് ആണ്. നമ്മുടെ എല്ലാത്തിനും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. എല്ലാ ഫേഷ്യലിനാണെങ്കിലും പെഡിക്യൂർ, മാനിക്യൂർ എല്ലാത്തിനും ഇമ്പോർട്ടൻ്റ് ആണ് മസാജിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് വേണ്ടി ഞാൻ ആദ്യം തന്നെ കുറച്ച് പഴം എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഇതുപോലെ സ്മാഷ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി അതിലോട്ട് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് തക്കാളിയുടെ നീരാണ്. അതിന് വേണ്ടി ഞാൻ ഒരു പകുതി തക്കാളി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലെ ജ്യൂസ് ഞാൻ ഈ ഒരു സ്മാഷ് ചെയ്ത് വെച്ചേക്കുന്ന ഏത്തക്കയിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തേക്കുവാണ്. ഇനി നെക്സ്റ്റ് അത് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് ഒരു 5 to 7 മിനിറ്റ് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുത്തോളുക. നിങ്ങൾക്ക് ഡാർക്ക് സ്പോട്ട്സ് ഉണ്ടെങ്കിൽ, ഡാർക്ക് സർക്കിൾസ് ഉണ്ടെങ്കിൽ, വൈറ്റ് ഹെഡ്സ്, ബ്ലാക്ക് ഹെഡ്സ് അങ്ങനെ എല്ലാം ഉണ്ടെങ്കിൽ അവിടെയൊക്കെ ഈ ഒരു മസാജിങ് അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് ഒരു 5 to 7 നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കഴുകി കളയുക. അടിപൊളി മസാജറാണ്. നിങ്ങൾക്ക് ആ ഒരു ഗ്ലോയിങ് ആൻഡ് ബ്രൈറ്റനിങ് എഫക്റ്റ് തരാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മസാജിങ് ആണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു പാക്ക് അപ്ലൈ ചെയ്യുക എന്ന സ്റ്റെപ്പാണ്. അതിനുവേണ്ടി ഞാൻ ഇതുപോലെ കുറച്ച് ബൗളിൽ സ്മാഷ് ചെയ്ത ഏത്തയ്ക്ക എടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ മുൾട്ടാണി മിട്ടിയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ മുൾട്ടാണി മിട്ടി വീട്ടിൽ അവൈലബിൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് റൈസ് ഫ്ലോർ ആണെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ മുൾട്ടാണി മിട്ടിയാണ് എടുത്തേക്കുന്നത്. ഞാൻ 1 സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ക്രീം കൺസിസ്റ്റൻസിയിൽ നമ്മുടെ പാക്ക് റെഡി ആയിട്ട് കിട്ടും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര കട്ടിയായി പോയി നിങ്ങൾക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ 1 സ്പൂൺ പാലും കൂടെ ചേർത്ത് കൊടുത്തോളുക. എന്നിട്ട് നന്നായിട്ട് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്തൊരു 10 മിനിറ്റോളം മസാജ് ചെയ്ത് ഡ്രൈ ഫോമിലായി കഴിയുമ്പോഴത്തേക്കും കഴുകി കളഞ്ഞോളുക. അപ്പോൾ നിങ്ങൾ ഫോളോ ചെയ്താൽ മസ്റ്റായിട്ടും റിസൾട്ട് കിട്ടുന്ന ബെറ്റർ റിസൾട്ട് കിട്ടുന്ന ഒരു ഫേഷ്യലാണ് ഈ ഒരു ഇന്ന് ഞാൻ ഷെയർ ചെയ്തത്. നമ്മുടെ ഏത്തയ്ക്ക, അതായത് നമ്മുടെ ഒരു പഴുത്ത പഴം മാത്രം മതി ഒരു ഫേഷ്യലിന് വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.